മനോജ് മേനോൻ, ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് മുസ്ലിം വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ വിശ്വാസം ഇത്തവണ മഹാഗഡ്ബന്ധനൊപ്പം നിന്നില്ല എന്നുകൂടി ഈ നമ്മൾ ചില സ്പെസിമെൻ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലൊക്കെ AIMIMന് വലിയ തോതിൽ ഇപ്പോൾ 7000 വോട്ട് കിട്ടുന്ന ഒരു റൗണ്ടിൽ വെറും 900 വോട്ട് മാത്രം RJD സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വിധത്തിലേക്ക് മഹാഗഡ്ബന്ധന്റെ ഷെയർ കുറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഒരു ഏകോപിതമായ കൺസോളിഡേറ്റഡ് ആയിട്ട് ന്യൂനപക്ഷ പിന്തുണ മഹാഗഡ്ബന്ധന് കിട്ടാതെ പോയത്? ലീഡ് ചെയ്തില്ല. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ ഒരു കാലത്ത് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം സീമാഞ്ചലായിരുന്നു. 2010-ലും അതുപോലെ തന്നെ 2020-ലുമാണ് അതിനകത്ത് അല്പമെങ്കിലും മാറ്റമുണ്ടായത്. 2020-ൽ ഗുരുതരമായ അല്ലെങ്കിൽ ഒരു ഗൗരവത്തിലുള്ള മാറ്റമാണ് ഉണ്ടായത്. അത് OIC-യുടെ മജ്ലിസ് പാർട്ടിയുടെ സാന്നിധ്യത്തിലൂടെയാണ് അവിടെ പിളർപ്പുണ്ടാവുകയും മഹാസഖ്യത്തിൻ്റെ വോട്ട് ചോരുകയും അത് NDA സഖ്യത്തിന് അനുകൂലമാവുകയും ചെയ്തത്. OIC-യുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ സീമാഞ്ചലിൽ ഒരു ഇളക്കം, മഹാസഖ്യത്തിൻ്റെ വോട്ട് ബാങ്കിനൊരു ഇളക്കം തട്ടിച്ചത്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത. അതിനൊപ്പം തന്നെ NDAക്കോ അല്ലെങ്കിൽ പിന്നെ നിതീഷ് കുമാറിനോ എല്ലാ സമൂഹത്തിനും ഇടയിലും ഉണ്ടായിട്ടുള്ള സ്വീകാര്യത എന്നുള്ള ഘടകം കൂടി നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയത് വിഷയം ഒന്ന് പിന്നെ അഭിലാഷ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന വികസനമാണ്. ബീഹാറിൻ്റെ വികസനത്തെ നമ്മൾ ദേശീയ ശരാശരിയുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ പോലുള്ള ഒരു വികസിത സമൂഹത്തിൻ്റെ വളർച്ചാ തോതുമായിട്ടോ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. പക്ഷേ ബീഹാറിനുള്ളിൽ ബീഹാർ വികസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 20 വർഷമായി ബീഹാറിനെ നിരന്തരമായിട്ട് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ബീഹാറിനുള്ളിൽ ബീഹാറിൻ്റെ തോത് വളരെ പിന്നിലാണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പിന്നെ വളർച്ചാ തോതിനേക്കാൾ വർഷങ്ങൾക്ക് ദശകങ്ങൾക്ക് പിന്നിലാണ് ബീഹാർ എങ്കിൽ പോലും ബീഹാറിൻ്റെ പഴയ ബീഹാറിനെയും പുതിയ ബീഹാറിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബീഹാറിനുള്ളിൽ ബീഹാർ വികസിച്ചിട്ടുണ്ട്, ബീഹാർ വളർച്ച നേടിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതുപോലെ തന്നെ ക്രമസമാധാന പാലനം. ജംഗിൾ രാജ് എന്ന ആരോപണം RJD ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് ക്രമസമാധാന വിഷയം. ആ ക്രമസമാധാന വിഷയം ഒരു പരിധിവരെ കൈകാര്യം ചെയ്യാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നിതീഷ് കുമാറിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്, അതുപോലെ തന്നെ ഗതാഗത മാർഗ്ഗങ്ങൾ, വെള്ളം, വൈദ്യുതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും ഗ്രാമങ്ങളിലടക്കം എത്തിക്കാനായിട്ട് ഒരു പരിധിവരെ പിന്നെ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. ആ വികസന കാർഡിനും കൂടി ഈ എല്ലാ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ ജാതി സമവാക്യങ്ങളെ കൂടി മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്തുണ നിതീഷ് കുമാറിന് ലഭിക്കുന്നത് അല്ലെങ്കിൽ NDA സഖ്യത്തിന് ലഭിക്കുന്നതിന് ഒരു വലിയ ഘടകം വികസനം തന്നെയാണ്. ബീഹാറിൽ ഉണ്ടായിട്ടുള്ള വികസനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സീമാഞ്ചൽ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവർക്ക് കടന്നു കയറാൻ സാധിച്ചൊരു ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യം. ചിരാഗ് പാസ്വാൻ 2020-ൽ നിതീഷ് കുമാറിനെ ഒതുക്കാൻ വേണ്ടി BJP ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നെങ്കിൽ ഇക്കുറി നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ഒപ്പത്തിനൊപ്പം നിന്ന് അല്ലെങ്കിൽ തോളൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഞാൻ ബേലാഗഞ്ചിൽ ഗയക്കുള്ള പട്നയിൽ നിന്ന് ഗയക്കുള്ള മാർഗത്തിനിടയിലാണ് ബേലാഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലം. ബേലാഗഞ്ചിലെ മണ്ഡലത്തിൽ JDU സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ ചിരാഗ് പാസ്വാനാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ നേതാക്കളിൽ ഒരാൾ. അങ്ങനെ JDUവും അല്ലെങ്കിൽ നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള തർക്കമോ അല്ലെങ്കിൽ വ്യക്തി വിദ്വേഷമോ പരിഹരിക്കാൻ ഒരുപക്ഷെ BJP കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകും. അവർ സമർത്ഥമായിട്ട് അത് പരിഹരിക്കുകയും ഗ്രൗണ്ടിൽ അത്തരം പ്രശ്നങ്ങളില്ല എന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ഘടകങ്ങളും ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യവും അതുപോലെ പാസ്വാന്റെ ദളിത് ബ്രാഹ്മിൻ അല്ലെങ്കിൽ ദളിത് അപ്പർ കാസ്റ്റ് രണ്ട് സമവാക്യങ്ങളുണ്ട് ചിരാഗ് പാസ്വാൻ. നമ്മൾ കേവലം അതൊരു ദളിത് പാർട്ടിയായിട്ട് ചിരാഗ് പാസ്വാന്റെ LJP നമ്മൾ കാണരുത്. LJPക്ക് രണ്ട് തരത്തിലുള്ള ചേരുവയുണ്ട്. ഒന്ന് ദളിത് വോട്ടുകളും അതോടൊപ്പം തന്നെ ബ്രാഹ്മിൻ അപ്പർ കാസ്റ്റ് വോട്ടുകളും ഒരേപോലെ തന്നെ കിട്ടുന്ന പാർട്ടിയാണ് LJP. ആ ഘടകവും ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികൾ, ഞാൻ ചിരാഗ് പാസ്വാന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ ഭാഗത്ത് നിന്നും ഇത്തരം ചേരുവകളെല്ലാം തന്നെ ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത്. അപ്പോൾ ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ സീമാഞ്ചൽ മേഖലയിൽ NDA സഖ്യത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ OIC ഇപ്പോൾ 2 സീറ്റിലെ ലീഡ് ചെയ്യുന്നുള്ളെങ്കിൽ പോലും എത്ര സീറ്റുകളിൽ അത് വോട്ട് പുലർത്താൻ പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന നടത്തേണ്ടത്. ഒരു സ്പെസിമെൻ എടുക്കാം.